കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നും വീണ ഗുരുതര പരിക്കേറ്റ MLA ഉമാ തോമസ് വെന്റിലേറ്ററിൽ. തലയ്ക്കും വാരിയലിനും ശ്വാസകോശത്തിനും സാരമായ പരിക്ക്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. രക്തസ്രാവം നിയന്ത്രണ വിധേയം. വിദഗ്ധ പരിശോധന അനിവാര്യമെന്നും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ആള് വീണിട്ട് തല ഇടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് റിപ്സും ഇടിച്ചിട്ടാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറിയുടെ ഒരു ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്യും. ആൾ കോൺഷ്യസ് അല്ല. വന്നപ്പോൾ തന്നെ 8 എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി കോൺഷ്യസ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്റ് ചെയ്തു. ഇപ്പോൾ സെഡേഷനിലാണ്. ഇപ്പോൾ സ്റ്റേബിൾ ആണെന്ന് പറയാറായിട്ടില്ല. 24 hours. ഫോർ ദ ലങ് ഒന്ന് സെറ്റിൽ ആവണം, ബ്രെയിനും ഒന്ന് സെറ്റിൽ ആവണം. ബ്രെയിനിൽ ഡിഫ്യൂസ് ആക്സിനുള്ള ഇഞ്ചറിയാണ്, ലങ്ങിൽ കണ്ടീഷൻസ് ആണ്. നമ്മൾ ഒരു എല്ലാ ഇഷ്യൂസും ഒന്ന് സെറ്റിലായിട്ട് BP ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് വിൽ സ്ലോലി സീ വാട്ട് ദ റെസ്പോൺസ് ഈസ്. തിരക്ക് കൂട്ടുന്നതിൽ കാര്യമില്ല. കുറച്ച് ടൈം എടുക്കുന്ന ഇഞ്ചറീസ് ആണ്. ഫാസ്റ്റ് റിക്കവറി പോസിബിൾ ആയിരിക്കില്ല. ലങ് കണ്ടീഷൻ കുറച്ച് കാര്യമായിട്ടുണ്ട്. ഇറ്റ് ഈസ് മോർ ഓൺ ദ റൈറ്റ് സൈഡ് ബട്ട് ഇറ്റ് ഈസ് മാനേജബിൾ എന്ന രീതിയിലാണ്. പക്ഷേ ലങ്ങും ബ്രെയിനും രണ്ടും ഇഞ്ചേർഡ് ആയതുകൊണ്ട് വീൽ ഹാവ് ടു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് വീൽ ഹാവ് ടു കൺസിഡർ ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇഞ്ചേർഡ് അറ്റ് ദിസ് മൊമെന്റ്. രേഷ്മ ബാബു ചേരുന്നുണ്ട് തത്സമയം ആശുപത്രിയിൽ നിന്ന്. രേഷ്മ, നമുക്കറിയാം ഉമാ തോമസിന്റെ നില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെന്റിലേറ്ററിലാണ് MLA മാറ്റിയിരിക്കുന്നത്. മാത്രവുമല്ല, എന്നാൽ അടിയന്തര ശസ്ത്രക്രിയ വേണ്ട എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ചികിത്സിച്ച് ശരിയാക്കാൻ സാധിക്കില്ല. ഒരു ഫാസ്റ്റ് റിക്കവറി അവിടെ നടക്കില്ല എന്നും ഡോക്ടർമാർ ഈ ഒരു മണിക്കൂറിൽ പറയുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നിലവിൽ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഡോക്ടർമാർ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ആന്തരിക രക്തസ്രാവം നിലവിലില്ല. രക്തം കട്ടപിടിച്ചിട്ടുണ്ട്. തലയ്ക്കും വാരിയലിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനുമാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ളത്. CT സ്കാനിന് വിധേയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെങ്കിലും 24 മണിക്കൂർ കർശന നിരീക്ഷണം അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വെന്റിലേറ്ററിൽ തുടരുക തന്നെയാണ്. 11 മണിയോടുകൂടി കോട്ടയത്ത് നിന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എത്തുമെന്ന് മന്ത്രി P. രാജീവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഹൈബീഡൻ MP അടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഉമാ തോമസിന് ഏറ്റിരിക്കുന്നത്. തലയിടിച്ചും ഒപ്പം തന്നെ വാരിയല് ഭാഗം ഇടിച്ചിട്ടുണ്ട്. രക്തം കട്ടപിടിച്ചിട്ടുണ്ട്. വന്ന സമയത്ത്, അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ബോധമുണ്ടായിരുന്നു. നിലവിൽ സെഡേഷനിലാണ് എന്നാണ് ന്യൂറോ സർജൻ അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് വിദഗ്ധ ഡോക്ടർമാർ എത്തുന്ന സമയത്ത് വീണ്ടും ഒരു പരിശോധന നടത്തുകയും ചെയ്യും. രണ്ടാമതൊരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ഉടൻ പുറത്തിറക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സുരക്ഷാ വീഴ്ചയടക്കമുള്ള ആക്ഷേപങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 6:23 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതായത് ഒരു സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഈ ഡാൻസ് പരിപാടി, നൃത്ത പരിപാടിക്ക് ഇടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. നമുക്കറിയാം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ ഈ VIP ഗാലറി ക്രമീകരിക്കുകയായിരുന്നു. അതായത് താൽക്കാലികമായിട്ട് VIPകൾക്കുള്ള ഇരിപ്പിടം ആ കാണികളുടെ ഗാലറിയോട് ചേർന്നുള്ള നടുക്ക് ഉള്ള ഒരു ഭാഗം, ഏകദേശം ഒരു 20-18 അടിയോളം ഉയർച്ചയിലാണ് ഈ ഗാലറി ഉള്ളത്. ആ VIP ഗാലറിയിൽ നിന്നുമാണ് ഉമാ തോമസ് താഴേക്ക് വീണത്. ആ വീണ സമയത്ത് കോൺക്രീറ്റ് പാളിയിൽ ഉമാ തോമസ് MLAയുടെ തല ഇടിച്ചു. ഒപ്പം തന്നെ താഴെ വന്ന് പതിച്ച സമയത്ത് ലങ്സിനും ക്ഷതമേറ്റു എന്നുള്ളതാണ്, ശ്വാസകോശത്തിനും ക്ഷതമേറ്റു എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് എല്ലാവരും ഉയർത്തിക്കാട്ടുന്നത്, അതായത് ആ VIP ഗാലറി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ക്രമീകരിച്ച ഒരു സംവിധാനമാണ്. അതായത് ഈ സ്റ്റേജിനൊപ്പം തന്നെ ഒരു 35-40 പേർക്ക് ഇരിക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു ഇരിപ്പിടം ഒരുക്കിക്കൊണ്ടാണ് ഈ VIP ഗാലറി ക്രമീകരിച്ചത്. സാധാരണ VIP ഗാലറി ക്രമീകരിക്കുന്ന സമയത്ത് തൊട്ട് മുന്നിൽ ഒരു ചെറിയ രീതിയിലൊരു ഹാഫ് പോർഷൻ എന്നുള്ള രീതിയിൽ ഒരു ബാരിക്കേഡ്, സുരക്ഷാ ബാരിക്കേഡ് വെക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സുരക്ഷാ ബാരിക്കേഡ് ഒന്നും തന്നെ ഈ പ്രസ്തുത സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ഉമാ തോമസ് MLA മന്ത്രിയോടടക്കം സംസാരിച്ചതിന് ശേഷം പിന്നോട്ട് വന്ന സമയത്താണ് പെട്ടെന്ന് പൊടുന്നതിനെ താഴേക്ക് പതിച്ചത്. ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. രക്തം ഛർദ്ദിച്ച ഒരു സാഹചര്യമുണ്ടെന്നാണ് ദൃക്സാക്ഷികളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ തൊട്ടടുത്ത് സ്വകാര്യ ആശുപത്രിയുണ്ട്, അവിടേക്ക് കൊണ്ടുവന്നു. വിദഗ്ധ പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷം ഉടൻ തന്നെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് CT സ്കാനിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു. നിലവിൽ ഗുരുതരമായിട്ട് തന്നെ
തന്നെയാണ് സ്ഥിതി തുടരുന്നത്. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. എന്നിരുന്നാലും തലയ്ക്കും വാരിയലിനും ശ്വാസകോശത്തിനുമാണ് സാരമായിട്ട്, അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനിവാര്യമായിട്ടുള്ള നിരീക്ഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് മെഡിക്കൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കോട്ടയത്ത് നിന്നും ഏകദേശം 11 മണിയോടുകൂടി എത്തും. അവർ കൂടി വന്നതിന് ശേഷം ഏത് രീതിയിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും നേരത്തെ കമ്മീഷണർ, ജില്ലാ കളക്ടർ, അതോടൊപ്പം മറ്റ് ജനപ്രതിനിധികൾ, MLA അടക്കമുള്ളവർ ഇവിടെ വന്നു. വിവരങ്ങളൊക്കെ തന്നെ തേടിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അകത്തേക്ക് കയറിപ്പോയിട്ടുള്ളത്. അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം മറ്റു വിവരങ്ങൾ നൽകുകയും ചെയ്യും. നേരത്തെ സുരക്ഷാ പരിശോധന സംബന്ധിച്ച് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് ഉമാ തോമസ് MLA ഈ ഒരു അവസ്ഥ ഈ ആശുപത്രിയിലെത്തി അറിയാൻ വന്ന കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വീഴ്ച സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ അപകട നിലവിൽ ഉമാ തോമസ് MLA തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. വെന്റിലേറ്ററിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സംഘം എത്തുന്ന സമയത്ത് മെഡിക്കൽ ബുള്ളറ്റിൻ രണ്ടാമതൊന്നുകൂടി പുറത്തിറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തുടരുന്നത്. CT സ്കാനിങ്ങിന് അടക്കം വിധേയമാക്കിയിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവം നിലവിൽ നിയന്ത്രണ വിധേയമാണ്, മറ്റു പ്രശ്നങ്ങളില്ല. പക്ഷേ രക്തം കട്ടപിടിച്ചതാണ് ഒരു ആശങ്ക ഉണർത്തുന്ന മറ്റൊരു കാര്യം. എന്തായാലും നിലവിൽ വെന്റിലേറ്ററിൽ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ 18-20 അടിയോളം ഉയരത്തിൽ നിന്ന് വീണ ഒരു ആഘാതം അത് മറ്റ് പുറമെയുള്ള ക്ഷതം ഏറ്റിട്ടുണ്ട്. കണ്ണിന്റെ ഈ മുഖത്തിന്റെ ഇടത് ഭാഗത്ത് ഒരു വീഴ്ചയുടെ ആഘാതം ഏറ്റിട്ടുണ്ട് എന്നാണ്. മറ്റു പരിക്കുകളും പുറമെയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ശ്വാസകോശത്തിന്റെയും വാരിയലിനും തലയ്ക്കുമേറ്റ ക്ഷതം, അതാണ് ഗുരുതരമായിട്ട് ഉള്ളത്. അത് സംബന്ധിച്ച് പരിശോധനാ റിപ്പോർട്ടുകൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും മതിയായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും വൈദ്യസഹായവും ഉമാ തോമസ് MLAക്ക് നൽകുമെന്ന് ഇവിടെ വന്നിട്ടുള്ള മന്ത്രി അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയത്ത് നിന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അല്പസമയത്തിനുള്ളിൽ ഏകദേശം 11 മണിയോടുകൂടി എത്തിച്ചേരുക. എന്തായാലും സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഏതൊക്കെ തരത്തിലാണ് അവിടെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നത്, അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യത്തിലും ഒരു വ്യക്തത ഇനി വരുത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് കമ്മീഷൻ അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൈവരി ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഈ VIP ഗാലറി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഇരിപ്പിടം ഒരുക്കി ആ ഒരു സംവിധാനമാണ് അവിടെ ചെയ്തിരുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ പറയുന്ന സ്റ്റേജ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. താഴെ മൈതാനത്ത് ഈ കുട്ടികൾ 12,000 പേരാണ് നൃത്തം ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഒരു VIP ഗാലറി അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു കൈവരി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബാരിക്കേഡ് തീർത്തുകൊണ്ടോ സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട്. അത് പക്ഷേ ഈ പ്രസ്തുത സ്ഥലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഒരു അപകടത്തിന് കാരണമായിട്ടും ചൂണ്ടിക്കാട്ടേണ്ടത്. എന്തായാലും സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ആശങ്ക ഹൈബിയുടെ MP അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആവശ്യമായിട്ടുള്ള വൈദ്യസഹായം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അല്പസമയത്തിനുള്ളിൽ ഏകദേശം 11 മണിയോടുകൂടി എത്തും. അവർ വന്നതിന് ശേഷം കൂടുതൽ ചികിത്സാ സംവിധാനം ഏത് വിധത്തിൽ വേണം എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകും. എന്തായാലും GCS റേറ്റ് ഒക്കെ തന്നെ നേരത്തെ മെഡിക്കൽ സംഘം മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് വ്യക്തമാക്കിയതാണ്. ഗുരുതരമായിട്ട് പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ട്, തലയ്ക്കും പ്രത്യേകിച്ച് ശ്വാസകോശത്തിനും. അതുതന്നെയാണ് പ്രധാനമായിട്ടും മെഡിക്കൽ അധികൃതർ നോക്കുന്നത്. ഇനി മുന്നോട്ടുള്ള 24 മണിക്കൂർ ഏറെ പ്രധാനമാണ്. ആശങ്കയോടുകൂടിയുള്ള കാര്യങ്ങൾ നിലവിൽ ഇല്ല എങ്കിലും അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയയും അനിവാര്യമില്ല. പക്ഷേ കർശന നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഈ 24 മണിക്കൂർ തുടരുകയാണ്. നില ഗുരുതരമായി തന്നെ തുടരുന്നു. പക്ഷേ അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്.